അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉംറ സംഘം പരിശുദ്ധ മദീനയിൽ സ്പെഷ്യൽ സിയാറയ്ക്ക് വേണ്ടി തയ്യാറായതാണ്. സ്പെഷ്യൽ സിയാറ എന്ന് പറഞ്ഞാൽ ഉഹദ്, അതുപോലെ തന്നെ ഖന്തഖ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വിസ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതിനപ്പുറത്തുള്ള സിയാറകളാണ് ഉദ്ദേശിച്ചത്. ഏതായാലും അങ്ങനെ ഇത് കൊണ്ടുപോകൽ ഓരോ ഇന്നോവകളിലായിക്കൊണ്ട് 8 പേര് വീതം പോകുന്ന ഒരു സെക്ഷനാണ്. അകത്തിലേക്ക് എത്തിയപ്പോൾ 300 സൈനികന്മാർ ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മുനാഫിഖിന്റെ നേതൃത്വത്തിൽ തിരിച്ചു പോയി മടങ്ങിപ്പോയിന്ന്. ഇവിടെ നിന്നാണ് മടങ്ങിപ്പോയതെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള സ്വഹാബാക്കളും ഇവിടെ ഇറങ്ങി അസ്ർ നമസ്കരിച്ചു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് കൊടുത്തപ്പോൾ മഗ്രിബും ഇശാവും ജമാഅത്തായി നിസ്കരിച്ച പള്ളിയാണ്. ജമ്മല്ല, മഗ്രിബും ഇശാവും ജമാഅത്തായി നിസ്കരിച്ചു, ജമാഅത്തല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച പള്ളിയാണിത്, മസ്ജിദ് ഷെയ്ഖൈനി. ഇവിടെ നിന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദത്തിലേക്കുള്ളതായ പടയങ്കി, യുദ്ധത്തിനുള്ള പടയങ്കി ധരിച്ചത്, യുദ്ധവസ്ത്രം ധരിച്ച് ഈ സ്ഥലത്ത് വെച്ചാണ്. അതാണ് മസ്ജിദ് ദറഅ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മസ്ജിദ് ഷെയ്ഖൈനി ഓ മസ്ജിദ് ദറഅ. അതുപോലെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുട്ട മാംസം കൊടുന്നോടത്ത് ഇവിടെ നിന്നാണെന്ന് റസൂൽ ഭക്ഷിച്ചിട്ടുണ്ട് എന്ന്. അപ്പം രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനികരിലേക്ക് ഇറങ്ങി, സൈനിക വിഭാഗത്തിലേക്ക് ഇറങ്ങിയിട്ട് ചെറുപ്രായക്കാരായ 15 വയസ്സിൽ താഴെയുള്ള സ്വഹാബാക്കളെ തിരിച്ചയച്ചത് ആ സ്ഥലം കൂടിയാണ്. 2 സ്വഹാബി കുട്ടികൾ എന്താക്കി, ഞാൻ യുദ്ധത്തിൽ വരുന്നിട്ട് അങ്ങോട്ട് ഇതാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടെന്താക്കി, ഒരാൾ പറഞ്ഞു ഞാൻ നല്ല കുസ്തി പിടിക്കുന്ന ആളാണ്, പിന്നെ ഒരാൾ പറഞ്ഞു ഞാൻ നല്ല അമ്പെയ്ത്തുകാരനാണെന്ന് പറഞ്ഞു. 2 കുസ്തി പിടിക്കാൻ വേണ്ടി പറഞ്ഞു, ഒരാൾ വിജയിച്ചു, അങ്ങനെ 2 കൂട്ടിന്ന് പറഞ്ഞു ഈ സ്ഥലത്ത്. ആണ് മസ്ജിദ് ഷെയ്ഖൈനി ഓ മസ്ജിദ് ദറഅ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും യുദ്ധത്തിലേക്ക് ഒരുങ്ങനെ പോകുമ്പോൾ പിന്നിലൂടെ ഒരു ശബ്ദം കേൾക്കുന്നു. ഒരു സംഘം ആളുകളാണ് വരുന്നത്. റസൂൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സംഘം ആളുകളുണ്ട്, ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ നബി തങ്ങൾ സ്വഹാബാക്കൾ ചോദിച്ചത് ആരാണ്, ആ സംഘം ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് ജൂതന്മാരിൽപ്പെട്ടൊരു വിഭാഗം റസൂലുള്ളാഹിനെ സഹായിക്കാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുശ്രിക്കീങ്ങൾക്കെതിരെ പോരാടുന്ന യുദ്ധത്തിൽ അവരുടെ സഹായം അഭ്യർത്ഥിക്കരുത് എന്ന്. മുശ്രിക്കീങ്ങൾക്കെതിരെ നമ്മൾ എന്താക്കുന്നുണ്ട്, യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അവരെ സഹായം നിങ്ങൾ ചോദിക്കരുത് എന്ന് റസൂൽ പറഞ്ഞു. അങ്ങനെ അവരെയും മടക്കി അയച്ചു എന്ന്. ആ ഒരു സ്ഥലമാണ് മസ്ജിദ് ഷെയ്ഖൈനി ഓ മസ്ജിദ് ദറഅ. ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദുൽ മുസ്തറാഹ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങി. ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങി വിശ്രമിച്ചു. അതാണ് മസ്ജിദുൽ മുസ്തറാഹ്, വിശ്രമിച്ച സ്ഥലം എന്ന പേരിൽ ഈ പള്ളി അറിയപ്പെടുന്നു എന്ന്. ഈ പള്ളിക്ക് തന്നെ മസ്ജിദ് ബനി ഹാരിസ എന്ന പേരുണ്ട്. ബനി ഹാരിസ ഗോത്രക്കാരുടെ വീട് ഇവിടെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഇവിടെ നിസ്കരിച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർത്തിട്ടാണ് മസ്ജിദ് ബനി ഹാരിസ എന്ന പേരിലും ഈ പള്ളി അറിയപ്പെടുന്നു. അതുപോലെ മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന പേരും ഈ പള്ളിക്കുണ്ട്. ഖിബ്ലത്തൈനി എന്ന് പറയാൻ കാരണം നമ്മൾ മഷ്ഹൂറായ ഖിബ്ലത്തൈനി പള്ളി വേറെണ്ടല്ലോ, അതെ. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നിസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ, റസൂലുള്ളാഹിൻ്റെ കൂടെ നിസ്കരിച്ച ആ സ്വഹാബാക്കൾ ഇതിലൂടെ വരുമ്പോൾ ഇവിടെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് കാണുന്നുണ്ട് എന്ന്. ഇവർക്ക് വിവരം കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി, നമ്മളും ഖിബ്ല മാറ്റി നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്താക്കി, ഇവിടെ നിന്ന് ഖിബ്ല മാറ്റി നിസ്കരിച്ചു. അതിലേക്ക് ചേർത്തിട്ടാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന പേരും ഈ പള്ളിക്ക് പറയുന്നുണ്ട്. കിതാബിൽ കാണത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിഹി ത്വാബ. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഹാദിഹി ത്വാബ, ഇത് ത്വാബയാണ്. വഹാദാ ജബലു ഉഹദ് യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഉഹദ് പർവ്വതത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, ഉഹദ് പർവ്വതം നമ്മളെയും ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, സയ്യിദുനാ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ജബൽ ഉഹദിന്റെ മുകളിലേക്ക് കയറിയെന്ന്. തങ്ങളെ കൂടെ 3 ഖുലഫാ റാഷിദീങ്ങൾ, അലി റളിയല്ലാഹു തആല അൻഹു ഒഴികെ ബാക്കിയുള്ള 3 ഖുലഫാ റാഷിദീങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ജബൽ ഉഹദിന്റെ മുകളിലേക്ക് കയറിയെന്ന്. കയറിയപ്പോൾ ജബൽ ഉഹദ് ഒന്ന് വിറച്ചു, ഒന്ന് പരിഭ്രാന്തനായി എന്ന് പറയും. ആ വിറച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാല് കൊണ്ടൊരു ചവിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇഹ്ദ യാ ഉഹദ്, അല്ലെങ്കിൽ ഉസ്കുൻ യാ ഉഹദ് വമാ അലൈക ഇല്ലാ നബിയ്യുൻ വസുദ്ദീഖുൻ വശഹീദാനീൻ. നിന്റെ മുകളിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 ശുഹദാക്കൾ ഇതിൻ്റെ മുകളിലുണ്ട് എന്ന്. കാരണം അന്ന് ഷഹീദായിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഹയാത്തിലുണ്ട്. ആ സമയത്ത് റസൂൽ പ്രഖ്യാപിച്ചു 2 ശുഹദ അതിൻ്റെ മുകളിലുണ്ട് എന്ന്. ആ കാണുന്നതായ പർവ്വതമാണ് ജബൽ ഉഹദ്, ജബലുൽ ജന്ന, സ്വർഗത്തിൻ്റെ പർവ്വതമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടതായ പർവ്വതമാണ് ജബൽ ഉഹദ്. ഈ കാണുന്ന ചെറിയ പർവ്വതമാണ് ജബൽ റുമാത്ത്. ഇതാണ് ജബൽ റുമാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 700 സ്വഹാബാക്കളും മസ്ജിദ് ഷെയ്ഖൈനിൽ നിന്ന് നേരെ വരുന്ന റുമാത്തിലേക്കാണ്. ഇവിടെ എത്തിയപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 50 അമ്പെയ്ത്തുകാരായ സ്വഹാബാക്കളെ ഇതിൻ്റെ മുകളിൽ നിലനിർത്തിയെന്ന്. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയാതെ എൻ്റെ സമ്മതമില്ലാതെ ഒരാളും താഴോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞ് നിർത്തിയതായ പർവ്വതമാണ് ജബൽ റുമാത്ത്. ഇതാണ് ജാമിഅ സയ്യിദ് ഷുഹദ. സയ്യിദ് ഷുഹദ പള്ളി, അത് പള്ളിൻ്റെ ചരിത്രമല്ല, പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് നിസ്കരിക്കാനുള്ള പുതിയ പള്ളിയാണ്. ഇതാണ് യുദ്ധരണാങ്കളം, യുദ്ധഭൂമി ഇതാണ്. അപ്പോൾ ജബൽ റുമാത്തിൽ വെച്ചാണ് എന്താക്കിയത്? യുദ്ധം തുടങ്ങിയതും തുടക്കത്തിൽ ആദ്യം യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തിരുന്നില്ല. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കി? സൈന്യത്തെ വിന്യസിപ്പിച്ചു. തുടക്കത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ മുസ്ലിമീങ്ങളാണ് വിജയിച്ചത്. വിജയിച്ചപ്പോൾ നമുക്ക് താഴെയുള്ള സ്വഹാബാക്കൾ അപ്പോൾ യുദ്ധത്തിൽ വിജയിച്ചു പോയി എന്നുള്ള സന്തോഷം കൊണ്ട് മുകളിൽ അമ്പെയ്ത്തുകാരെ 50 സ്വഹാബാക്കൾ റസൂൽ നിർത്തിയല്ലോ, അവരിൽ പലരും എന്താക്കി? ഇറങ്ങി വന്നു. അങ്ങനെ ഗനീമത്ത് സത്ത് ഒരുമിച്ച് കൂട്ടുന്ന ആ തിരക്കിലായിരുന്നു. അപ്പോഴാണ് ശത്രുപക്ഷത്തിലെ പലരും എന്താക്കി? ചിതറി ഓടിയില്ലേ, ചിന്ന ഭിന്നമായി ഓടിയല്ലോ. അവരെന്താക്കി? ദൂരെ നിന്ന് കാണുന്നുണ്ട്. ജബറുമാത്തിന് ഇവർ ഇറങ്ങുന്ന കാണുമ്പോൾ എന്തായി? അവർ ജബറുമാത്തിൻ്റെ പിന്നിലൂടെ ജബറുമാത്തിനെ വളഞ്ഞു. അതിൻ്റെ മുകളിൽ ശേഷിക്കുന്ന സ്വഹാബാക്കൾ അവരെന്താക്കി? കൊലപ്പെടുത്താൻ അവരവിടെ നിന്ന് തുടങ്ങി. അതായത് യുദ്ധം അവിടെ നിന്ന് തുടങ്ങുകയാണ്, അവർ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങാണ്. ആ സമയത്താണ് താഴെയുള്ള സ്വഹാബാക്കൾ ഇത് കാണുന്നത്. അപ്പോഴാണ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്ക് ഓർമ്മയിൽ വരുന്നത്. ഇറങ്ങരുതെന്ന് പറഞ്ഞിരുന്നല്ലോ, പക്ഷേ ഇറങ്ങിപ്പോയി. യുദ്ധം കൈവിട്ടു പോയി. ശക്തമായ യുദ്ധമാണ് നടക്കുന്നത്. ഘോരമായ യുദ്ധം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കുഴിച്ചൊരു കെണിക്കുഴിയിൽ ഹബീബ് സല്ലല്ലാഹു തങ്ങൾ വീണു. അവിടുത്തെ ശരീരത്തിൽ പരിക്കേറ്റു. അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പൊട്ടിയത് ഉഹദിൽ വെച്ചാണ്. ആ സമയത്താണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹും സ്വഹാബാക്കളും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ശത്രുക്കൾ അറിയാതെ ഹബീബ് സല്ലല്ലാഹു തങ്ങളെ അവിടെ നിന്നാക്കിയവർ റസൂലുള്ളാഹിക്ക് സംരക്ഷണം കൊടുത്തതായ ഹബീബ് സല്ലല്ലാഹു തങ്ങൾ അവിടെ താങ്ങിപ്പിടിച്ചുകൊണ്ട് കൊടുന്ന് ഇരുത്തിയതായ ഒരു ഗുഹയുണ്ട്. റസൂലുള്ളാഹിക്ക് സംരക്ഷണം കൊടുത്തൊരു ഗുഹയുണ്ട്. ഹബീബ് സല്ലല്ലാഹു തങ്ങളുടെ രക്തത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധമുള്ള നല്ല കസ്തൂരിൻ്റെ മണമുള്ള ഒരു ഗുഹയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ കയറിയിട്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ മസ്ജിദുൽ ഫസഹ് ഉണ്ട്. തിരക്കില്ല, മാത്രമേ ഉള്ളൂ ആണ് ഇൻഷാ അല്ലാഹ്. ഉഹദ് യുദ്ധത്തിൽ പരിക്കേറ്റ ഹബീബായ തങ്ങളുപ്പാപ്പാനെ സ്വഹാബത്ത് കൊണ്ടുവന്നിരുത്തിയ പവിത്രമായൊരു സ്ഥലമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഈ സ്ഥലത്തായിരുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയെ കൊണ്ടുപോയിരുത്തുമ്പോൾ തങ്ങളുപ്പാപ്പാനെ കൈ കുത്തിയ സ്ഥലം, ബറക്കത്താക്കപ്പെട്ട ഒരു സ്ഥലം കൂടെയാണ്. ഇവിടെയെല്ലാം പരിമളം വല്ലാതെ വീശുന്നുണ്ട്. ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ഓർമ്മകൾ, ആരംഭപ്പുവായ തങ്ങളുപ്പാപ്പ അന്ന് ഇരുന്ന തങ്ങളുപ്പാപ്പയെ സ്വഹാബത്ത് കൊണ്ടുപോയി ഇരുത്തിയ ഗുഹ, ആ ഗുഹയിലേക്കാണ് ഇപ്പം നമുക്ക് കയറാൻ വേണ്ടി നിൽക്കുന്നത്. സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്, സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്. സ്വപ്നയാത്രകൾക്ക് വർണ്ണ ചിറക് നൽകി ലക്ഷ്യമേറി നൃത്തടങ്ങൾ നിർവൃതിയില്ലാണ്ട നിമിഷമേ. മക്കയും മദീന കണ്ട് കണ്ണ് കൊണ്ട് മനമകം കുളിർമ കൊണ്ട് ഹംദ് ബിണ്ട് ശുക്രതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് യുദ്ധത്തിൻ്റെ വേളയിൽ പരിക്കേറ്റ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊടുന്നിരുത്തിയ ഗുഹയിലാകുമ്പോൾ നമ്മൾ ഇപ്പോൾ കയറി ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭയം കൊടുത്തതായ ഉഹദിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കയറി ഇറങ്ങിയതായ ആ ഗുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഭയം കൊടുത്തതായ ഗുഹയാണ്. ആ സ്ഥലത്ത് ഹബീബ് സല്ലല്ലാഹു തങ്ങളുടെ വിയർപ്പിൻ്റെയും രക്തത്തിൻ്റെയും മണമുള്ളതാണ്. നമ്മളിപ്പോൾ അല്ലേ, എല്ലാവർക്കും നല്ല മണത്തില്ലേ? നബി സല്ലല്ലാഹു വിയർപ്പിൻ്റെയും രക്തത്തിൻ്റെയും മണമാണെന്നാണ് നമുക്ക് മുത്തവാത്തിരായിട്ട് ആളുകൾ പറയപ്പെടുന്നത്. ഹബീബ് സല്ലല്ലാഹു ഇഷ്ക് നമുക്ക് വർദ്ധിക്കണം. കാരണം ആ സ്ഥലത്ത് നമ്മൾ പോയി കയറി ഇറങ്ങലല്ല. നബി സല്ലല്ലാഹു നമുക്ക് ദീനിന് വേണ്ടി നമുക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഹബീബ് സല്ലല്ലാഹു ആദ്യം അവിടെ കൊണ്ട് ഇരുത്തി, വീണ്ടും ഇതാക്കി അവിടെ റസൂലുള്ളാഹിക്ക് ഒരു സംരക്ഷണം പോരാനായപ്പോൾ രണ്ടാമതും കൊണ്ട് ഇരുത്തിയതായ ഗുഹയാണ് അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഒന്നിച്ച് ആ ഗുഹയിൽ ഇരുന്നു. അവിടെയാണ് അലി റളിയല്ലാഹു തആല അൻഹു ഒരു വെള്ളം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലി റളിയല്ലാഹു വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു അങ്ങനത്തെ ഒരു മിഹ്റാസ് ഉണ്ട്, വെള്ളത്തടാകമുണ്ട്, അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്നപ്പോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ ഒഴുകിയ രക്തമൊക്കെ തുടച്ചു കൊടുത്ത് ആ സ്ഥലത്ത് വെച്ചാണെന്ന്, അവിടെ വെച്ചാണെന്ന്. രണ്ടാമത്തെ ഗുഹയാണ്. അവിടെയും ഇതിനേക്കാളും ഇരട്ടി മണമുള്ള സ്ഥലമാണ്. ഇതിനേക്കാളും നല്ല അത്തറിൻ്റെ മിസ്കിൻ്റെ വാസനയുള്ള സ്ഥലമാണ്. അത് ആളുകൾ കൂടുതൽ കയറുന്നതുകൊണ്ടാണ് അടച്ചു വെച്ചത്. ഇക്കാണുന്ന പള്ളിയാണ് മസ്ജിദുൽ ഫസഹ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളും ഉഹദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ളുഹറും അസ്റും ജമാഅത്തായി നിസ്കരിച്ച പള്ളിയാണ് മസ്ജിദുൽ ഫസഹ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും എന്നുള്ളതായ ആയത്ത് ഇവിടെയാണ് ഇറങ്ങിയതെന്ന്. അതായത് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളെ പിന്നാലെ സ്വഹാബാക്കൾ നിസ്കാരത്തിൻ്റെ നിൽക്കുമ്പോൾ തിക്കും തിരക്കായിട്ട് നിൽക്കാനുള്ളൊരു ഇല്ലാതെ ഒരവസ്ഥ വന്നപ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ സൂറത്തുൽ മുജാദില ആയത്ത് ഓതിക്കൊടുത്തപ്പോൾ സ്വഹാബാക്കളെ നിന്ന് സഫുൻ സഫായി നിന്നു, പിന്നീട് നിന്ന് ഒരു നിസ്കരിച്ചു. അതാണ് വിശാലതയുടെ പള്ളിയെന്ന്. വിശാലതയുടെ പള്ളി. അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ ഖീല ലക്കും നിങ്ങളോട് പറയപ്പെട്ടാൽ തഫസ്സഹു ഫിൽ മജാലിസി സദസ്സിൽ വിശാല ചെയ്തു കൊടുക്കുന്നു പറയപ്പെട്ടാൽ ഫഫ്സഹു നിങ്ങൾ വിശാല ചെയ്തു കൊടുക്കുവീൻ. എന്നാൽ അല്ലാഹു യഫ്സഹില്ലാഹു ലക്കും നിങ്ങൾക്ക് വിശാല ചെയ്തു തരും എന്നുള്ള ആയത്ത് ഓതി കൊടുത്തപ്പോൾ എല്ലാവരും എന്തായി സഫുൻ സഫായി നിന്നു, നിസ്കരിക്കാനുള്ള സ്ഥലം പാകമായി. ഇതാണ് മസ്ജിദുൽ ഫസഹ്, വിശാലത പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓതുള്ളവരൊക്കെ നിസ്കരിച്ചില്ലേ? ഇൻഷാ അല്ലാഹു ഈ സ്ഥലത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി ഇഷ്ഖ് വർദ്ധിപ്പിച്ച് തരട്ടെ. ഇനിയും ഒരുപാട് സമയം നമുക്ക് പരിശുദ്ധമായ മദീനയിലേക്ക് വരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി കുറേ സ്ഥലങ്ങൾ നമുക്ക് സിയാറത്ത് ചെയ്യാണ്ട് ഓരോ സ്ഥലങ്ങളും പോകുമ്പോൾ ഓർക്കേണ്ട ഹബീബ് നമ്മളെ ഇഷ്ഖ് നമ്മളെ മനസ്സിൽ ഹൃദയത്തിൽ വരണം. കാരണം മദീനയിലേക്ക് വന്നതിനാ നന്നാവാനുള്ളൊരു അവസരമാണ് അല്ലേ, ഒരു അഭയകേന്ദ്രമാണ്. അപ്പോൾ ഒരു നന്നാവുള്ള അവസ്ഥ അല്ലാഹു ഇട്ട് തന്നിട്ടുണ്ട്. ഓരോ സ്ഥലം റസൂലുള്ളാഹിനെ ഓർക്കുക. വലിയൊരു തൗഫീഖ് അല്ലാഹു തന്നിട്ട് ചെറിയ മക്കളൊക്കെ ഉണ്ട്. അല്ലാഹു ഒരു ബർക്കത്ത് നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. ഉഹദ് ചരിത്രമെല്ലാം കേട്ടതിന് ശേഷം ഉഹദ് മലയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ കാണുന്ന ഗേറ്റിലൂടെ പോയി കഴിഞ്ഞാൽ. ഇതുവഴി പോയി കഴിഞ്ഞാൽ GMC വാഹനങ്ങൾ അവിടെ ഉണ്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉഹദ് മലയിലേക്ക് കയറാം. 35 റിയാലാണ് അതിൻ്റെ ചെലവ് വരുന്നത്. അപ്പം മലയിലെ മുകളിലേക്ക് സ്പെഷ്യലായിക്കൊണ്ട് ഇവിടുത്തെ സൗദി ഗവൺമെൻറ്റിൻ്റെ വണ്ടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന് കയറുന്ന ഒരു പ്രത്യേക ഇടം ഈ കാണുന്നതാണ് അവിടുത്തെ GMC വാഹനങ്ങൾ. കണ്ടില്ലേ, ഇഷ്ടംപോലെ GMC വാഹനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ നിൽക്കുന്നവരാണ് അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുന്നത്. അപ്പോൾ അവർ നമുക്ക് ഇതുപോലെ 35 റിയാൽ കൊടുത്താൽ ഉഹദ് മലയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു തരും. ആ വാഹനത്തിൽ പോകുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 25 മിനിറ്റ് എന്നാണ് അവർ സമയം പറയുന്നത്. ആ സമയം കൊണ്ട് പോയി എല്ലാം കണ്ട് എല്ലാം സന്തോഷമായി കണ്ട് മനസ്സിലാക്കി തിരിച്ചു പോരാം. ഇത് അവിടുത്തെ റിസപ്ഷനിസ്റ്റ് നമുക്ക് വിശദീകരിച്ച് തരികയാണ് ഈ ടിക്കറ്റിനെ കുറിച്ചെല്ലാം. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടല്ലേ മനോഹരമായ ഗേറ്റുകളെല്ലാം. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി അല്പം നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒട്ടകങ്ങളെല്ലാം കാണാം. ഒട്ടക സവാരിയും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഒരു ചെറിയ രൂപത്തിൽ ടൂറിസ്റ്റ് സെക്ഷൻ ആയിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ സ്പെഷ്യൽ സിയാറയുടെ വീഡിയോകൾ തുടരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കെല്ലാം അയക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.